അപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിലെ EVSലെ വിങ്ഡ് ബഡീസ് എന്ന യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവിധ തരം ബേർഡ്സിനെ കുറിച്ചും അവയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബേർഡ്സിൻ്റെ ഭക്ഷണ രീതി, അതുപോലെ അവയുടെ നെസ്റ്റ്, എഗ്ഗ് എന്നിവയെക്കുറിച്ച് പഠിക്കാം. ഫുഡ് ഓഫ് ആൾ കൈൻഡ്സ്, ഭക്ഷണം പലവിധം. ഇവിടെ കിങ് ഫിഷർ എന്താണ് പറയുന്നത് നോക്കൂ. ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്, എനിക്ക് വലിയ മീനുകൾ കിട്ടി. അപ്പോൾ കിങ് ഫിഷറിന് ഇവിടെ കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഫിഷ് ആണല്ലേ. അതുപോലെ പാരറ്റ് എന്താ പറയുന്നത് നോക്കൂ. ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്, ഈ ധാന്യങ്ങളാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ പാരറ്റ് കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നതാണ് ഗ്രെയിൻസ് ആണല്ലേ. ഗ്രെയിൻസ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളാണ് പാരറ്റ് കഴിക്കുന്നത്. അടുത്തത് ഈഗിൾ നോക്കൂ. ടുഡേയ്സ് മീൽ ഈസ് ഗ്രേറ്റ്, ഇന്നത്തെ ഭക്ഷണം കുശാൽ എന്നാണ് ഈഗിൾ പറയുന്നത്. അപ്പോൾ ഈഗിളിന്റെ കാലിൽ ശ്രദ്ധിച്ചു നോക്കൂ. ഈഗിൾ ഒരു ഫിഷിനെയാണല്ലേ റാഞ്ചി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈഗിൾ എന്താണ്? മീറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബേർഡാണ്. അതായത് മത്സ്യാഹാരങ്ങളാണ് ഈഗിളിന് കൂടുതൽ പ്രിയപ്പെട്ട ഭക്ഷണം. ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദി സെയിം ഫുഡ്, എല്ലാ പക്ഷികളും ഒരേ ഭക്ഷണം തന്നെയാണോ കഴിക്കുന്നത്? അല്ല അല്ലേ. അത് നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കി. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ചില പക്ഷികളുടെ പേരുകൾ, അവ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ നമുക്ക് അവ ഓരോന്നായി നോക്കാം. പാരറ്റ്, പാരറ്റ് എന്ന് വെച്ചാൽ തത്ത. പാരറ്റിന്റെ ആഹാരം എന്ന് പറയുന്നത് ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, നട്ട്സ് എന്നിവയാണ്. അതുപോലെ കിങ് ഫിഷറിന്റെ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ്, ഇൻസെക്ട്സ്, ഫ്രോഗ് എന്നിവയാണ്. ഇൻസെക്ട്സ് എന്ന് വെച്ചാൽ ചെറിയ പ്രാണികൾ. അതുപോലെ കൈറ്റ്, കൈറ്റ് എന്ന് വെച്ചാൽ പരുന്ത്. പരുന്തിന്റെ ആഹാരം എന്ന് പറയുന്നത് ഫിഷ്, സ്നേക്ക്, സ്മാൾ ബേർഡ്സ് എന്നിവയാണ് പരുന്തിന്റെ ആഹാരം. ഇനി കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 ബേർഡും അവയുടെ ആഹാരവും ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതി ചേർക്കണം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് പീകോക്ക്, ക്രോ, ഡക്ക് എന്നീ ബേർഡ്സിന്റെയാണ്. അപ്പോൾ പീകോക്കിന്റെ ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, സ്നേക്ക്, ഗ്രെയിൻസ് എന്നിവയാണ്. അതുപോലെ ക്രോ എന്ന് വെച്ചാൽ എന്താണ്? കാക്ക. കാക്കയുടെ ആഹാരങ്ങൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, ചിക്സ്, ചിക്സ് എന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾ, നട്ട്സ്, ഫുഡ് ബേസ്ഡ് എന്നിവയാണ്. ലാസ്റ്റ് വൺ ഡക്ക്. താറാവിന്റെ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ്, ലീഫ്, സ്മാൾ ഇൻസെക്ട്സ് എന്നിവയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഓരോ ബേർഡ്സും വ്യത്യസ്തമായിട്ടുള്ള ആഹാര രീതി ഇഷ്ടപ്പെടുന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഓരോ ബേർഡ്സും ഇര തേടുന്നത് എവിടെയാണെന്ന് നോക്കാം. വി ഹണ്ട് ഫോർ prey in places where there is water, വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടത്താണ് ഞങ്ങൾ ഇര തേടുന്നത്. ഇതാരാ പറയുന്നത്? ഡക്കാണല്ലേ. അതെ, എന്താണ്? താറാവ് വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടത്താണ് അവ ഇര തേടി പോകുന്നത്. അടുത്തത് ഈഗിൾ എന്താ പറയുന്നത് നോക്കൂ. ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദി prey, ഇരയെ ചേസ് ചെയ്ത് പിടിക്കാനാണ് എനിക്കിഷ്ടം എന്നാണ് എന്ത് പറയുന്നത്? ഈഗിള് പറയുന്നത്. അതായത് ഇരയെ റാഞ്ചി പിടിക്കാനാണ് പരുന്തിന് ഇഷ്ടം. അടുത്ത ബേർഡ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണപ്പെടുന്ന അങ്ങാടിക്കുരുവിയാണ്. അതിനിഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസ് സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്, അതായത് ഗ്രാസ് സീഡ്സും ഗ്രെയിൻസും ഒക്കെ കഴിക്കാനാണ് ഈ ഒരു ബേർഡ് ഇഷ്ടപ്പെടുന്നത്. അടുത്തത് നോക്കൂ. നമ്മൾ ഈ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു പക്ഷിയുടെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണല്ലേ തുടങ്ങിയത്. അത് ഏത് പക്ഷിയായിരുന്നു? അതേതാണ്? ചിന്നക്കുട്ടറവനായിരുന്നു. ആ ഒരു ബേർഡാണ് ഇത്. ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്, ഞാൻ പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബേർഡാണ് എന്നാണ് ഈ ഒരു പക്ഷി പറയുന്നത്. ഈ ഒരു ബേർഡിന്റെ ഇംഗ്ലീഷ് നെയിം വൈറ്റ് ചീക്ഡ് ബാർബറ്റ് എന്നാണ്. വാട്ട് ഫുഡ് ഡസ് ഈച്ച് ബേർഡ് ഈറ്റ്, ഓരോ പക്ഷികളും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്? ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്സ് ഇൻ ദി നെസ്റ്റ്. താഴെ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ ഓരോ നെസ്റ്റിലും വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളെ തന്നിട്ടുണ്ട്. അവ ഏത് ഫുഡ് കഴിക്കുന്ന ബേർഡ്സ് ആണെന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. അപ്പോൾ അതിൽ ഫസ്റ്റ് നെസ്റ്റിൽ നോക്കൂ. ഫ്രൂട്ട്സ് കഴിക്കുന്ന ബേർഡ്സ് ആണല്ലേ. അപ്പോൾ അവയെ ഫ്രൂട്ട്സ് ഈറ്റേഴ്സ് എന്ന് പറയാം. ഫ്രൂട്ട്സ് കഴിക്കുന്ന ബേർഡ്സ് ഏതൊക്കെയാണ്? സ്പാരോ, ബുൾബുൾ, കുക്കു എന്നിവയാണ് പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ബേർഡ്സ്. ഈ ബേർഡ്സ് മാത്രമല്ല, അതുപോലെ ക്രോ, പീകോക്ക് ഇവയെല്ലാം, പാരറ്റ് ഇവയെല്ലാം എന്താണ്? ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ബേർഡ്സ് ആണ്. അടുത്തത് നെക്ടർ സക്കേഴ്സ്, തേൻ നുകരാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികൾ ഹമ്മിങ് ബേർഡ്.
തേൻ കുരുവിയാണ് തേൻ നുകരാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷി. അടുത്ത നെസ്റ്റിലുള്ളത് ഇൻസെക്ട് ഈറ്റേഴ്സ് ആണ്, അതായത് പ്രാണികളെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ബേർഡ്സ് ഏതൊക്കെയാണ്? മൈന, വുഡ് പെക്കർ, ക്രോ എന്നീ ബേർഡ്സ് ആണ് ഇൻസെക്ട് ഈറ്റേഴ്സ്. അടുത്തത് ഗ്രെയിൻ ഈറ്റേഴ്സ്, ധാന്യങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ബേർഡ്സ് സ്പാരോ, പീജിയൻ, ഹെൻ തുടങ്ങിയ ബേർഡ്സ് ആണ് ഗ്രെയിൻസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ബേർഡ്സ്. അടുത്തത് എന്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്? ഈഗിൾ, വാൾച്ചർ ഇവയുടെ പിക്ചേഴ്സ് ആണ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ അവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഏതാണ്? മീറ്റ് ആണ്. മീറ്റ് ഈറ്റേഴ്സ് ആണ് ഈ ഒരു ബേർഡ്സ്. അടുത്ത നെസ്റ്റ് തന്നിരിക്കുന്നത് ഫിഷ് ഈറ്റേഴ്സ് ആണ്, അതായത് മത്സ്യങ്ങളെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ഹെറോൺ അഥവാ സ്ട്രോക്ക്, കിങ് ഫിഷർ, അതായത് കൊറ്റി, കിങ് ഫിഷർ തുടങ്ങിയവയാണ് മത്സ്യങ്ങളെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇരതേടാൻ ഇഷ്ടപ്പെടുന്നവർ എന്നും പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ ഡക്കിനെ കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഡക്കും എന്താണ്? ഫിഷിനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബേർഡാണ്. ആർ ദി സൈസ് ആൻഡ് ബോഡി സ്ട്രക്ചർ ഓഫ് ദി ബേർഡ്സ് ഇൻ ഓൾ ദി നെസ്റ്റ് ഡിസൈൻ, അതായത് കൂട്ടിലുള്ള എല്ലാ പക്ഷികളും ഒരേ വലിപ്പവും ഒരേ ശരീരാകൃതിയും ഉള്ളവരായിരുന്നു? അല്ല അല്ലേ, ഓരോ പക്ഷികളും വ്യത്യസ്തരാണ്. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ് ഫോർ കളക്ടിങ് ഫുഡ്? റൈറ്റ് ദം ഡൗൺ. അതായത് ഓരോ പക്ഷിക്കും ഇര തേടാൻ വേണ്ട അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡാപ്റ്റേഷൻ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതാണ്. എന്താണ്? അതായത് ഒരു ജീവിക്ക് അതിൻ്റെ ചുറ്റുപാട് ജീവിക്കാനായിട്ടുള്ള ചില ശരീരത്തിലെ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ പക്ഷികൾക്ക് അവയ്ക്ക് വേണ്ട ഭക്ഷണം കണ്ടെത്താൻ വേണ്ട ശാരീരികമായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണത് നോക്കൂ. സ്ട്രോങ് ബീക്സ്, സ്ട്രോങ് ലെഗ്സ്, ഷാർപ്പ് നെയിൽസ്, വിങ്സ് ആൻഡ് ഫെദേഴ്സ്. അതായത് നല്ല ബലമുള്ള സ്ട്രോങ് ആയിട്ടുള്ള കൊക്കുകളും കാലുകളും പക്ഷികൾക്കുണ്ട്. അതുപോലെ നല്ല മൂർച്ചയേറിയ നഖങ്ങൾ, ചിറകുകൾ, തൂവലുകൾ ഇവയെല്ലാം എന്താണ്? ബേർഡ്സിന്റെ അഡാപ്റ്റേഷൻ ഫീച്ചേഴ്സ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് അവയുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് അവയ്ക്ക് ഭക്ഷണം കണ്ടെത്താൻ കഴിയുന്നത്. ഡ്രോ ആൻഡ് മാച്ച്. ഐഡന്റിഫൈ ആൻഡ് ജോയിൻ ദ ലെഗ്സ് ഓഫ് ബേർഡ്സ് based on the nature of beak. ഓരോ പക്ഷികളുടെയും തലഭാഗം, കൊക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് മേച്ചായി വരുന്ന അവയുടെ കാലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ബേർഡ് ഏതാണ്? ഡക്കാണല്ലേ. ഡക്കിന്റെ മേച്ചായി വരുന്നത് എന്ന് പറയുന്നത് സെക്കൻഡ് കോളത്തിലെ ലാസ്റ്റ് പിക്ചറാണ്. ഓക്കെ. നെക്സ്റ്റ് ബേർഡ് എന്ന് പറയുന്നത് ഏതാണ്? കിങ് ഫിഷർ ആണ്. കിങ് ഫിഷറിന് മേച്ചായി വരുന്ന ലെഗ് ഏതാണ്? സെക്കൻഡ് കോളത്തിലെ തേർഡ് വൺ. അടുത്ത ബേർഡ് ഈഗിൾ. ഈഗിളിന്റെ ഏതാണ്? ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് വൺ. അടുത്ത ബേർഡ് ഏതാണ്? ക്രെയിൻ ആണല്ലേ. ക്രെയിൻ എന്ന് വെച്ചാൽ കൊറ്റി. ക്രെയിനിന് മെച്ചായി വരുന്ന പിക്ചർ ഏതാണ്? സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് വൺ ആണ്. ലാസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് വുഡ് പെക്കർ ആണ്, മരംകൊത്തി. മരംകൊത്തിയുടെ മാച്ച് ചെയ്ത് വരുന്ന ലെഗ്സ് സെക്കൻഡ് കോളത്തിലെ ഫോർത്ത് പിക്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടുകാർ കണക്ട് ചെയ്ത് വരയണം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കുന്നത് ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റേറ്റ്സ്, പക്ഷികളും വാസസ്ഥലങ്ങളും. പക്ഷികൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വെർ ക്യാൻ വി സീ ബേർഡ്സ്? പക്ഷികളെ നമ്മൾ എവിടെയൊക്കെ കാണും? നിയർ ദി പോണ്ട്, അതായത് കുളക്കരയിൽ, ഇൻ ദി ഫീൽഡ് വയലിൽ, ഓൺ ദി ട്രീ മരത്തിന്റെ മുകളിൽ, പിന്നെ എവിടെയൊക്കെ കാണാം? ഹിൽസ്, ഫോറസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം എന്താണ്? നമുക്ക് ബേർഡ്സിനെ കാണാം. നെയിം ദ ബേർഡ്സ് സീൻ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്, അതായത് വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? ക്രെയിൻ, കിങ് ഫിഷർ, ഡക്ക്, അതായത് കൊറ്റി, കിങ് ഫിഷർ, താറാവ് തുടങ്ങിയ പക്ഷികളാണ് ജലസാന്നിധ്യമുള്ളിടത്ത് കാണുന്നത്. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? ഇങ്ങനെയുള്ള പക്ഷികളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതായത് വെള്ളമുള്ളിടത്ത് കാണുന്ന പക്ഷികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലോങ് ലെഗ്സ്, നീളമേറിയ കാലുകളായിരിക്കും. ക്രെയിനിന്റെ ഒക്കെ ലെഗ്സ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ലോങ് ലെഗ്സ് ആണ് അവയ്ക്കുള്ളത്. നെക്സ്റ്റ് വരുന്നത് വെബ്ഡ് ഫീറ്റ്, അതായത് പരന്ന കാൽപാദമായിരിക്കും അവയ്ക്ക് നീന്താൻ എളുപ്പത്തിൽ. പിന്നെ ഉള്ളത് ഓയിലി ഫെദേഴ്സ്, അതായത് എണ്ണമയമുള്ള തുവലുകളായിരിക്കും അവയ്ക്കുള്ളത്. അതായത് വെള്ളം അധികം തങ്ങി നിൽക്കാത്ത തൂവലുകളായിരിക്കും അവയ്ക്കുള്ളത്. ഇനി നമുക്ക് പക്ഷികളെ കുറിച്ച് ഇത്രയും പഠിച്ചതിൽ നിന്നും മനസ്സിലായ ചില കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. നോട്ട് ആൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. എല്ലാ പക്ഷികൾക്കും ഒരേ ശരീരാകൃതിയല്ല ഉള്ളത്. ശരിയാണല്ലേ. വലുപ്പത്തിൽ വ്യത്യാസമുള്ള പക്ഷികളുണ്ട്, ശരീരാകൃതിയിൽ വ്യത്യാസമുള്ള പക്ഷികളുണ്ട്. ഓക്കെ. സം ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്.
ചില പക്ഷികൾക്ക് നീളമേറിയ കൊക്കുകളും നീളമേറിയ കാലുകളുമാണ്. ഇപ്പോൾ നമ്മൾ ക്രെയിനിനെ എടുത്തു നോക്കിയാലും എന്താണ്, അവയ്ക്ക് നീളമേറിയ കൊക്കുകളും നീളമേറിയ കാലുകളുമാണ്. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെന്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ്. അവയ്ക്ക് ഭക്ഷണം കണ്ടെത്താൻ കഴിയുന്നത് അവയുടെ ശരീരത്തിന്റെ ആകൃതിക്കനുസരിച്ചിട്ടാണ്. ശരിയാണ്. ഇപ്പോൾ നമ്മൾ ക്രൈനിന്റെ തന്നെ കാര്യം എടുത്താൽ ക്രൈനിന് നീളമേറിയ കാലുകളും കൊക്കുകളുമാണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് അവയ്ക്ക് വെള്ളത്തിൽ ഇര തേടാൻ കഴിയുന്നത്. ബേർഡ്സ് ദാറ്റ് ഹണ്ട് ഫോർ prey in water-rich areas have oily feathers. അതായത് വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് ഇര തേടുന്ന പക്ഷികളുടെ തൂവലുകൾ എന്ന് പറയുന്നത് എന്താണ്? ഓയിലി ഫെതേഴ്സ് ആണ്. അതായത് എണ്ണമയമുള്ള തൂവലുകളായിരിക്കും. നെക്സ്റ്റ് വൺ, നോക്ടേണൽ ബേർഡ്സ്, അതായത് നിശാസഞ്ചാരികൾ, രാത്രിയിൽ സഞ്ചരിക്കുന്ന പക്ഷികൾ. Owls sleep during the day and hunt for prey at night. മൂങ്ങകൾ എപ്പോഴും രാവിലെ ഉറങ്ങുന്നവയും രാത്രി ഇര തേടി ഇറങ്ങുന്നവയുമാണ്. They have a feathered coat that is suitable for hunting at night and does not make sound while flying. അതായത് രാത്രി ഇര തേടി ഇറങ്ങാൻ സഹായിക്കുന്നതും പറക്കുമ്പോൾ ശബ്ദമില്ലാത്തതുമായ തൂവലുകളാണ് മൂങ്ങയ്ക്കുള്ളത്. The forest owl catches small creatures. കാട്ടുമൂങ്ങകൾ എന്ന് പറയുന്നത് ചെറിയ ജീവികളെ പിടിക്കുന്നവയാണ്. അപ്പോൾ മൂങ്ങകളിൽ തന്നെ പലതരത്തിലുള്ള മൂങ്ങകളുണ്ട്. അടുത്ത ഓളിന്റെ പേര് നോക്കൂ, ദ ബേൺ ഓൾ അഥവാ സിൽവർ ഓൾ ഈറ്റ്സ് മൈസ് ആൻഡ് മാൻഡിക്കോട്സ്. അതായത് വെള്ളിമൂങ്ങകൾ. വെള്ളിമൂങ്ങകൾ എന്ന് പറയുന്നത് എന്താണ്, എലികളെയും പെരിച്ചാഴുകളെയും തിന്നുന്നവയാണ്. ദി ഫിഷ് ഓൾ ഹൺസ് ഫിഷ്, അതായത് മീൻമൂങ്ങകൾ. മീൻമൂങ്ങകൾ കഴിക്കുന്നത് മീനിനെയാണ്. ആൻഡ് ദ നൈറ്റ്ജാർ ഈറ്റ്സ് ഫീൽഡ് മൈസ്. അതുപോലെ നത്തുകൾ എന്നു പേരുള്ള മൂങ്ങകൾ കഴിക്കുന്നത് ചെറിയ എലികളെയാണ്. All of these are nocturnal birds. ഇവയെല്ലാം എന്താണ്, രാത്രി സഞ്ചാരികളാണ്. ബേർഡ്സ് ആൻഡ് ദയർ നെസ്റ്റ്, പക്ഷികളും അവയുടെ കൂടുകളും. ഹാവ് യു നോട്ടീസ്ഡ് ദ നെസ്റ്റ് ഓഫ് ദി ബേർഡ്സ് അറൗണ്ട് us? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പക്ഷികളുടെ കൂടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻ വാട്ട് വേസ് ആർ ദ നെസ്റ്റ് ഡിഫറെന്റ്? ഏതൊക്കെ തരത്തിലാണ് ആ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ആൻസേഴ്സ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ആ ഒരു കോളത്തിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ പക്ഷികളുടെ കൂടുകളും എന്താണ്, വ്യത്യസ്തമാണല്ലേ? പക്ഷികൾ വ്യത്യസ്തമാണ് എന്നതുപോലെ തന്നെ അവയുടെ കൂടുകളും വ്യത്യസ്തമാണ്. ഇനി നെസ്റ്റുകൾ ഏതൊക്കെ തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്ലേസസ് വേർ ദേ ആർ ഫൗണ്ട്, അതായത് അവ കൂടുകൾ വെക്കുന്ന സ്ഥലത്തിൽ വ്യത്യാസമുണ്ട്. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, കൂടുകൾ നിർമ്മിക്കുന്ന മെറ്റീരിയൽസിൽ വ്യത്യാസമുണ്ട്. ടൈം ടേക്കൺ ടു ബിൽഡ്, അതായത് അവ നിർമ്മിക്കാൻ എടുക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ട്. ചില പക്ഷികൾക്ക് പെട്ടെന്ന് കൂട് നിർമ്മിക്കാൻ കഴിയും. ചില പക്ഷികൾ എങ്ങനെയാണ്, കുറച്ച് സാവധാനമായിരിക്കും നിർമ്മിക്കുന്നത്. സ്ട്രക്ചർ, അതായത് കൂടിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു പിക്ചറിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം, ഇതിൽ കുരുവിയുടെ കൂട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നീളത്തിൽ തൂങ്ങിക്കിടക്കുന്ന കൂടാണല്ലേ. എന്നാൽ കാക്കയുടെ കൂടോ, റൗണ്ട് ഷേപ്പിലുള്ള കൂടാണ് കാക്കയുടെ. അപ്പോൾ കൂടിന്റെ ആകൃതിയിലും വ്യത്യാസമുണ്ട്. സൈസ് ആൻഡ് ഷേപ്പ്, അതുപോലെ കൂടിന്റെ വലുപ്പത്തിലും ഷേപ്പിലും വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ പക്ഷികളുടെ കൂടിലും വ്യത്യസ്തതയുണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എഗ്സ്. ഇനി പക്ഷികളുടെ പലതരത്തിലുള്ള മുട്ടകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. വിച്ച് ബേർഡ്സ് എഗ്സ് ആർ ദീസ്? റൈറ്റ് ഇറ്റ് ഡൗൺ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു എഗ്സ് നോക്കിയിട്ട് ഏത് ബേർഡിന്റെ എഗ് ആണ് ഇത് എന്ന് കണ്ടുപിടിക്കൂ. അതിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന എഗ് ഏതാണ്? ഹെന്നിന്റെ മുട്ടയാണ്, അതായത് കോഴി. രണ്ടാമത് തന്നിരിക്കുന്ന പിക്ചറിലെ എഗ് എന്ന് പറയുന്നത് ക്വേൽ, അതായത് കാടമുട്ടയാണ് അത്. അതുപോലെ തന്നെ മറ്റു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഗ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഗ്രീൻ കളറിൽ കാണുന്ന എഗ് എമു എന്ന ബേർഡിൻ്റെതാണ്. അതുപോലെ അതിലെ ഏറ്റവും വലിയ എഗ് തന്നിരിക്കുന്നത് ഏതാണ്? ഓസ്ട്രിച്ചിന്റെയാണ്, അതായത് ഒട്ടക പക്ഷിയുടേത്. അതുപോലെ കോഴിമുട്ടയുടെ സാദൃശ്യമുള്ള മറ്റൊരു എഗ് ഇവിടെ തന്നിട്ടുണ്ട്. അത് താറാവ് മുട്ടയാണ്, ഡക്കിന്റെ എഗ് ആണ്. രണ്ടാമത്തെ പിക്ചറിൽ തന്നിരിക്കുന്ന എഗ്, ഗ്രീൻ കളറിൽ കാണുന്ന എഗ് കാക്കയുടെയും ക്രോന്റെ എഗ്ഗും, അതുപോലെ അതിൽ തന്നെ പുള്ളികളോട് കൂടിയ എഗ്ഗ് കുക്കുവിൻ്റെതുമാണ്, കോയിലിൻ്റെതുമാണ്. അപ്പോൾ കൂട്ടുകാരെ, പക്ഷികൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്. അതുപോലെ അവയുടെ നെസ്റ്റിൽ കൂടിനും വ്യത്യസ്തതയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അവയുടെ എഗ്സും വ്യത്യസ്തതയുള്ളതാണല്ലേ. ഇൻ വാട്ട് വേസ് ടു ബേർഡ്സ് എഗ്സ് ഡിഫർ? പക്ഷികളുടെ മുട്ടകൾ ഏതൊക്കെ തരത്തിലാണ് വ്യത്യസ്തമായിരിക്കുന്നത്? സൈസ്, വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. ഓരോ പക്ഷിയുടെ മുട്ടയും
എന്താണ്? വ്യത്യസ്ത വലിപ്പമുള്ളവയാണല്ലേ. ഓക്കെ, അടുത്തത് കളർ. കളറിലും വ്യത്യസ്തതയുണ്ട്. കോഴിയുടെ എഗ് ആണെങ്കിൽ വൈറ്റ് കളറാണ്. അതുപോലെ എമുവിന്റെ എഗ്ഗോ ഗ്രീൻ കളറാണല്ലേ. എന്നാൽ ക്രോന്റെ എഗ്ഗോ ഒരു ബ്ലൂ കളറാണ്. Colored pictures of different birds, their nest and their eggs. Identify their features and prepare an album. അതായത് പക്ഷികളുടെ ചിത്രങ്ങൾ, അവയുടെ കൂടിന്റെ ചിത്രങ്ങൾ, മുട്ടയുടെ ചിത്രങ്ങൾ ഇവയെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. There is diversity in birds' nest with respect of shape, size, construction materials, location, nesting method and their eggs. പക്ഷികളുടെ കൂടിന്റെ ഷേപ്പ്, സൈസ്, അതുപോലെ നിർമ്മാണ വസ്തുക്കൾ, അവ കാണപ്പെടുന്ന ഇടങ്ങൾ എന്നിവയിലെല്ലാം വ്യത്യാസമുള്ളതുപോലെ തന്നെ അവയുടെ മുട്ടകളിലും വ്യത്യസ്തതയുണ്ട്. ഓസ്ട്രിച്ച് ആൻഡ് ഈറ്റ്സ് എഗ്സ്. ഒട്ടകപ്പക്ഷിയും ഒട്ടകപ്പക്ഷിയുടെ മുട്ടയും. ദി ഓസ്ട്രിച്ച് ഈസ് ദി ലാർജസ്റ്റ് ലിവിംഗ് ബേർഡ് ഇൻ ദി വേൾഡ് ടുഡേ. ഇന്ന് നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഇറ്റ്സ് എഗ് ഈസ് ദി ലാർജസ്റ്റ് എഗ്. അതുപോലെ മുട്ടകളിൽ ഏറ്റവും വലിയ മുട്ടയും എന്താണ്? ഒട്ടകപ്പക്ഷിയുടേതാണ്. ആൾദോ ഇറ്റ് ഹാസ് വിങ്സ് ഇറ്റ് കനോട്ട് ഫ്ലൈ. അതിന് ചിറകുകൾ ഉണ്ടെങ്കിലും എന്താണ്? അതിന് പറക്കാൻ കഴിയില്ല. ആൻ ഓസ്ട്രിച്ച് എഗ് വെയ്റ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 kilograms. ഏകദേശം ഒട്ടകപ്പക്ഷിയുടെ ഒരു മുട്ടയ്ക്ക് 1.5 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും. മോറോവർ ഇറ്റ് ആൾസോ ഹാസ് ദ ലാർജസ്റ്റ് ഐ among all animals living in land. അതുപോലെ കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളതും ഒട്ടകപ്പക്ഷിയുടേതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്